ആശം പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ വേറെ ഭയപ്പെടരുതെന്ന ടോപ്പിക് എടുക്കാനുള്ള കാരണം പക്ഷെ ഭയപ്പെടരുത് എന്ന ടോപ്പിക്ക് ആക്ച്വലി ഭയപ്പെടരുത് എന്നുള്ള ടോപ്പിക്കുന്നതിനേക്കാൾ ഉപരി ലാജ് ഇപ്പൊ എത്ര വർഷമായിട്ട് എന്നെ കാണുന്നു. നമ്മൾ സാധാരണ സഭകളിൽ എപ്പോഴും ശുശ്രൂഷിക്കുന്നത് ഒരു കോമൺ ടോപ്പിക്കിലായിരിക്കുമല്ലോ ഒരു സീസൺ പോകുന്നത്. ലാജ് ഓർമ്മയുണ്ടോ, നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് ഷാർജയില് മുള്ളുകൾക്കിടയിൽ താമര എന്നൊരു വിഷയം ദീർഘനാൾ സംസാരിച്ചു. പിന്നെ നമ്മൾ റാസൽ ഗെയിമയില് മഹത്വം, ദൈവത്തിന്റെ മഹത്വം എന്നുള്ള വിഷയം ഒത്തിരി നാൾ, നമ്മുടെ ന്യൂ ഇയറിന്റെ തീം തന്നെ അതായിരുന്നു, റിസ്റ്റോറിങ് ഗ്ലോറി. അത് കഴിഞ്ഞ കുറെ നാളുകൾ ശുശ്രൂഷിക്കാൻ പോയിടത്ത് മൊത്തം ഞാൻ പ്രസംഗിച്ചത് യേശുവിന്റെ സ്നേഹം എന്നുള്ള വിഷയമായിരുന്നു. ഒറ്റ ടോപ്പിക്കല്ല, പല ടോപ്പിക്. ഓരോ സമയങ്ങളിലും ആ സീസണിൽ ജനത്തിന് കൈമാറാനുള്ള ഒരു ദൈവിക സന്ദേശം എൻ്റെ പ്രാർത്ഥനാ മുറി കർത്താവ് എനിക്ക് തരും. ഈ ടൈമുകളിൽ ഏകദേശം ഒരു 3 ആഴ്ചയായിട്ട് പരിശുദ്ധാത്മാവ് സഭയോട് പറയാൻ എൻ്റെ ഹൃദയത്തിനകത്ത് തരുന്ന ഒരു ചിന്ത, ഞാൻ കൂടെ ഉണ്ട്, ഭയപ്പെടരുത് എന്നൊരു അസാധാരണമായ ശബ്ദമാണ്. അതുകൊണ്ട് ആ വിഷയം ഞാനിങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ നമ്മുടെ വെള്ളിയാഴ്ച ദുബൈയിലും ശനിയാഴ്ച റാസൽ കെയ്മയിലും സൺഡേ രാവിലെ ഉമ്മൽക്കോയിലും സൺഡേ വൈകിട്ട് ഷാർജയിലും ഈ വിഷയം അങ്ങ് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതാ ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആഴ്ചകളായിട്ട് ഇങ്ങനെ ഭയപ്പെടരുത് എന്ന വിഷയം സംസാരിക്കുന്നത്. ഇന്നലെ റാസൽ കൈമയില് കാരാഗ്രഹത്തിന്റെ കാര്യവും ഇന്ന് ഉമ്മൽക്കോയിലെ കൂരലിന്റെ കാര്യം എന്നെ വല്ല വളരെ ടച്ച് ചെയ്തു. ഉള്ള കാര്യം നീ പ്രസംഗം കേൾക്കാറുണ്ടോ? പിന്നെ ശരിക്കും വയ്യ. ഇന്നലെ നമ്മൾ സംസാരിച്ചത് കാരാഗ്രഹത്തില് നിനക്കൊരു ദോഷവും വരുത്തരുത് എന്ന് പറയുന്ന ഒരു പൗലോസിന് വേണ്ടി കൊരിന്തിൽ വരുമ്പോ നിന്നെ ആരും ഒരു ദോഷവും ചെയ്യത്തില്ല, അതുകൊണ്ട് നീ ഭയപ്പെടരുതെന്ന് യേശു പറഞ്ഞതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ചു. ഇന്ന് കൂരിൽ താഴ്വരയെ കുറിച്ച്, അതാ നിന്നെ തൊട്ടെന്ന് പറഞ്ഞല്ലേ, സ്പർശിച്ചെന്ന് പറഞ്ഞത്. കൂരിൽ താഴ്വരയെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത്, ഈ ബൈബിളിൽ കൂരുൾ എന്നൊരു ഭാഗം യഥാർത്ഥത്തിൽ പുറപ്പാട് പുസ്തകത്തിലുണ്ട്. അത് 10 ബാധകളിലൊരു ബാധയാണ്. ഈ ദൈവത്തിന്റെ യുദ്ധമുറയെ കുറിച്ച് പഠിച്ചാലേ സത്യം പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഭയങ്കര രസകരമാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഫറവോനോട് സംസാരിക്കുമ്പോൾ ഫറവോന്റെ ഹൃദയം കാഠിന്യമായി. അവന് നേരെ ദൈവം അയക്കുന്ന ആയുധങ്ങളെ കണ്ടു, പേന്, നായിച്ച, തവള എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന പലതും ആർമിയെ ഒന്നും ഇറക്കി ഉപരോധിക്കുകയല്ല. നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന പലതിനെയും ദൈവം നമുക്ക് വേണ്ടി ഒത്തും ചെയ്യാൻ. പിന്നെ നമ്മൾ എന്നാ പേടിക്കാനാണ്? കാരണം ഈ ദൈവത്തിന്റെ സമയമായാൽ നമുക്ക് വേണ്ടി സംസാരിക്കാനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനും കർത്താവ് ആ സിസ്റ്റത്തിനകത്ത് അന്ന് വരെ യുദ്ധത്തിന് ഇറങ്ങി പരിചയമില്ലാത്ത പലതിനെയും, നിസാരമെന്ന് കരുതുന്ന പലതിനെയും എടുത്ത് രാജാവിന് നേരെ യുദ്ധം ചെയ്യാൻ മടിക്കാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗം, ഈ കൂരിട്ട് വന്നപ്പോ ഫറവോൻ എന്ത് ചെയ്തു? ഫറവോൻ ഉൾപ്പെടെയുള്ള ആ മിസ്രൈം സിസ്റ്റം ഇരുന്നിടത്ത് തന്നെ ഇരുന്നു, അവർ ചലിച്ചില്ല. അവരുടെ ചലനത്തെ പിടിച്ചു നിർത്തി. കണ്ടോ, ദൈവത്തിന് ഒരു രാജ്യത്തിന്റെ ചലനത്തെ പിടിച്ചു നിർത്താൻ എന്ത് മതി? കൂരിട്ട് മതി. അടുത്തൊരു പദം കൂടെ പറയാം. അങ്ങനെ രാജാക്കന്മാര് വരെ ഇരുന്നു പോയ ഈ കൂരുട്ടിനകത്ത് ദാവീദ് പറയുക, കൂരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അപ്പം അനു, നീ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറയാം, ഈ രാജാക്കന്മാര് പോലും ഇരുന്നിടത്ത് എങ്ങനാ ഇടയനായ ദാവീദ് നടക്കുന്നേ? ഒറ്റ കാര്യമുള്ളൂ, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. അനു, കാര്യം ഇത്രയേ ഉള്ളൂ. നീ ഹാൻഡിൽ ചെയ്യുന്ന വിഷയം നിന്റെ ജോലി സ്ഥലത്താകാം, നിന്റെ ഭാവിയിലാകാം, നീ അഭിമുഖിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തില്ല നീ തോന്നുമ്പോഴും നിന്റെ കൂടെ ഈ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ നിനക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇല്ല. നിന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയൊരു ദൈവമാണ് നിനക്കുള്ളത്. അതുകൊണ്ടല്ലേ ഈ നമ്മൾ കുരുളിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഭക്തന്മാർ പാടിയ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ
വരും. ഈ നമ്മുടെ റേമൺസ് എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ടല്ലോ, എന്തുവായിരുന്നത്? കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ, കാരീരും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ ചേർന്ന് പാടാം നമുക്ക്. കാരീരും പാണിയും പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ കാക്കുമെന്നെ. ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. കർത്താവേ, ഞങ്ങൾ അങ്ങനെ ശ്രദ്ധയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾക്ക് നല്ല ചെറിയ ചിന്തയ്ക്കായി സ്തോത്രം.